നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കുറച്ചു മുമ്പ് ഓഗസ്റ്റ് 31 നടന്ന പരീക്ഷയായ പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ഈ 3 ജില്ലകളുടെ LDC ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഒറ്റ പരീക്ഷയായിരുന്നു, അതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ വന്നേക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ 4 ഡിലീഷനുണ്ട്. അതായത് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 4 ഡിലീഷനുമുണ്ട്, 2 ആൻസർ ചേഞ്ചും ഉണ്ട്. 4 ഡിലീഷൻ, 2 ആൻസർ ചേഞ്ച്. വേറൊന്നും പറയാനില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് ആൻസർ ചേഞ്ച് വന്നിരിക്കുന്നത് എൻ്റെ PSC. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തേത് 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ, ദെൻ 61ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ, ദെൻ 69ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്, 79ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. ഇതാണ് 4 ഡിലീഷൻ. 16 കോഡ് നമ്പർ A നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ കോഡ് A നോക്കുകയാണെങ്കിൽ 16, 61, 69, 79. ഇനി 2 ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് 23ന്റെ ആൻസർ ചേഞ്ച് ആയിട്ടുണ്ട്, D ആയിട്ടുണ്ട്. 30ന്റെ ആൻസർ ചേഞ്ച് ചെയ്ത് A ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് നോക്കാം ഏതൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ആദ്യം വന്നിരിക്കുന്ന ഡിലീഷൻ ഏതൊക്കെയാണ് ഫസ്റ്റ് നോക്കാം. സോ 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 16 ഒന്നാമത്തെ ഡിലീഷൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് 61ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ 61ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 61 കഴിഞ്ഞാൽ അടുത്ത് 69ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 69 വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ് ഡാഷ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ 69ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ഡിലീഷൻ 79ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. 79 വന്നിട്ട് ഒറ്റയാൻ ഏത്? ആ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡിലീറ്റ് ചെയ്തേക്കുന്ന 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? 1 16, 2 61, 3 69, 4 79. അത് കഴിഞ്ഞ് 2 ക്വസ്റ്റ്യനാണ് ആൻസർ ചേഞ്ച് വന്നിരിക്കുന്നത്. ആൻസർ ചേഞ്ച് വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ആണ്. 23. സോ ഇന്ത്യൻ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ പുതിയ ആൻസർ വന്നിട്ട് ഇവയൊന്നുമല്ല, D ആണ് കേട്ടോ. ആൻസർ എടുത്തേക്കുന്നത് D ആണ്. 23 D ആണ് ആൻസർ എടുത്തേക്കുന്നത്. നെക്സ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യൻ. 30ാമത്തെ ക്വസ്റ്റ്യനിലും ആൻസർ ചേഞ്ച് ഉണ്ട്. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ പുതിയ ആൻസർ വന്നിട്ട് A ആണ് കേട്ടോ. പുതിയ ആൻസർ A ആണ് ആൻസർ. അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഡിലീഷനും 2 ആൻസർ ചേഞ്ചും. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നോക്കി, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തേക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ആൻസർ ചേഞ്ച് വന്നാലും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ആൻസർ ചേഞ്ച് വലുതായിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ഡിലീഷൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഡിലീഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരുപാട് സമയം അവിടെ എന്ത് ചെയ്യാണ്? അങ്ങ് പോയിക്കിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടി ക്വസ്റ്റ്യൻ അറിയാത്തതുകൊണ്ട് നേരെ സ്കിപ്പ് ചെയ്ത് എങ്ങോട്ട് പോകും? മാത്സിലേക്ക് ആ കുട്ടിക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റും, ഇംഗ്ലീഷിലേക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റും. പക്ഷേ അത്യാവശ്യം പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടി ടോപ്പിക്ക് ആ കുട്ടിക്ക് അറിയാം. സോ അവിടെ ആ കുട്ടി എന്ത് ചെയ്യും? ഒരുപാട് സമയം അതിനകത്ത് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പുതിയ വന്നേക്കുന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഒക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. എത്ര കട്ട് ഓഫ്, പുതിയ രീതിക്ക് എത്രയൊക്കെ മാറ്റം വരാം? അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനലൈസ് എന്ത് ചെയ്യാം, അതിൻ്റെ നടത്താം. ഏകദേശം എത്ര വരും? എൻ്റെ ഒരു അഭിപ്രായം അത്രേ പറയുന്നുള്ളൂ. പക്ഷേ പുതിയ പരീക്ഷകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. 6 ഡിലീഷനിലും 3 ആൻസർ ചേഞ്ചിലും അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 81 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് എന്താ പറയാൻ, കട്ട് ഓഫ് എത്രയും ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അതൊന്നും നോക്കിയിരിക്കാതെ ഇനി അതൊക്കെ അങ്ങ് മറന്നേക്കുക. അടുത്ത് വരാൻ പോകുന്ന എക്സാംസ് LGS എഴുതാൻ പറ്റുന്നവർ അത് എഴുതുക. സെക്രട്ടറി ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. 10th പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് ഡിസംബറിൽ വന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോഴ്സിലെ എല്ലാ നോട്ടിഫിക്കേഷനും വരും. റെയിൽവേയുടെ എല്ലാ നോട്ടിഫിക്കേഷനും ഇതാ വന്നേക്കാണ്. അതിലേക്ക് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യാം. നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം എഫേർട്ട് കൊടുക്കാൻ പറ്റുമോ, അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക? ആ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ അങ്ങ് മറന്നേക്കുക. നമ്മൾ എഴുതി കഴിഞ്ഞു, ഇതൊക്കെ അങ്ങ് മറന്നേക്കുക. അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. ഏറ്റവും നല്ല മാർക്ക് എന്ത് ചെയ്യുക? നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ
ബാക്കി വേറൊന്നും പറയാനില്ല. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. ഇതിൻ്റെ ഒരു കട്ട് ഓഫിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇന്നോ നാളെ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ജസ്റ്റ് മാറാതിരിക്കും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എന്ത് ചെയ്യാം, ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ബാക്കിയുള്ള എക്സാംസിന് വേണ്ടി, ഇത്രയും എക്സാംസിന് വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ജോലി കിട്ടുന്ന അന്ന് വരെ എന്ത് ചെയ്യുക, തലേ ദിവസം വരെ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. ബ്രേക്ക് കൊടുക്കരുത്. ബ്രേക്ക് കൊടുത്താൽ പിന്നെ നമ്മളൊന്നും തന്നെ ഇല്ല. സോ അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ആൾ.